ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തളപതി വിജയുടെ ജന്മദിനം പ്രമാണിച്ച് ജനനായകൻ എന്ന സിനിമയുടെ ഫസ്റ്റ് റോർ പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇന്ന ദിവസത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ പുറത്തു വന്ന ജനനായകൻ ഫസ്റ്റ് റോർ ഇപ്പോഴത്തെ 18 മണിക്കൂറുകൾ പിന്നിട്ട് 19 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ 18 മില്യണിലധികം യൂട്യൂബ് വ്യൂസ് നേടിയെടുത്ത വലിയ തരംഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ മാറുന്ന ഒരു കാഴ്ചയാണ് വിജയുടെ ജന്മദിനത്തിൽ തന്നെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ടാണല്ലോ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്ന് വന്ന ഫസ്റ്റ് റോറോടുകൂടി മികച്ചൊരു ഹൈപ്പെല്ലാം തന്നെ നേടിയെടുത്ത സിനിമ വിജയുടെ കരിയറിലെ അടുത്ത 500 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പോൾ തന്നെ ഉറപ്പാക്കിയെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഗോട്ട് എന്ന സിനിമയ്ക്ക് വളരെ കുറച്ച് കോടികളുടെ വ്യത്യാസത്തിലാണ് 500 കോടി നഷ്ടപ്പെട്ടത്. എന്നാൽ ലിയോയ്ക്ക് ശേഷം ഈ സിനിമയിലൂടെ ജനനായകനിലൂടെ വിജയ് വീണ്ടും 500 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് എന്തഭിപ്രായം സിനിമ നേടിയെടുത്താലും നേടിയെടുക്കും എന്നൊരു ആത്മവിശ്വാസമാണ് ഇതിനോടകം തന്നെ വിജയ ആരാധകരുടെ മനസ്സിലുള്ളത്. ഇതിനിടയിൽ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമയെക്കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നേ വിജയ് അവസാനമായിട്ട് അഭിനയിക്കുന്ന സിനിമ കൂടിയാണല്ലോ ജനനായകൻ. ചിത്രം വളരെ സൂക്ഷിച്ചാണ് വിജയ് സെലക്ട് ചെയ്തത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 13 തിരക്കഥകളാണ് വിജയ് നേരത്തെ ഉപേക്ഷിച്ചത്. ഏറ്റവും അവസാനം 14ാമത്തെ തിരക്കഥയിലാണ് ജനനായകൻ എന്ന സിനിമയിൽ വിജയ് എത്തപ്പെട്ടത് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ വിജയുടെ തീരുമാനം ശരിയാണോ എന്ന് ജനുവരി 9 തിയേറ്ററുകളിലെ കണ്ടറിയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ആയിരുന്നല്ലോ ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത്. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വലിയ ആവേശത്തോടെ നമ്മുടെ ലാലേട്ടൻ ആരാധകർ ഏറ്റെടുക്കുന്ന, അതോടൊപ്പം തന്നെ എക്സിലെല്ലാം തന്നെ ഹിന്ദി സിനിമാ പ്രേമികൾക്കിടയിൽ വരെ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കണ്ടത്. സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഒക്ടോബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമ ഡിസംബറോടെ തന്നെ പൂർത്തീകരിക്കുമെന്നും 2026 ആദ്യ പകുതിയിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. ഇപ്പോഴത്തെ ദൃശ്യം 3 ജനുവരി 22 2026 അതല്ലെങ്കിൽ റംദാൻ റിലീസായിട്ട് മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ ജനുവരി എന്നത് വളരെ വേഗത്തിലുള്ള റിലീസ് തീയതിയായി പോയി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തുടരും പോലെ പ്രൊമോഷൻ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണോ ഈ റിലീസ് തീയതി എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതേസമയം ചിത്രം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയാൽ അവധിക്കാലം മുഴുവൻ ദൃശ്യം 3 തരംഗം തിയേറ്ററുകളിൽ തുടരാൻ സാധ്യതയുണ്ട്. എന്തായാലും ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം ദൃശ്യം 3യുടെ കൂടുതൽ വാർത്തകൾക്ക്.